ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മുതൽ 10 വരെയുള്ള SCERT സിലബസിലെ ഫിസിക്സ് സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, മാഗ്നറ്റിസം, അതായത് കാന്തികതയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്നത്തെ പാർട്ട് 1-ൽ 25 ക്വസ്റ്റ്യൻസും അടുത്ത പാർട്ട് 2-ൽ ബാക്കിയുള്ള 25 ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ എന്തു ചെയ്യുന്നു? അതായത് ലൈക്ക് പോൾസ് തമ്മിൽ അടുത്ത് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ്? റിപ്പൽ ചെയ്യും അല്ലേ, അതായത് വികർഷിക്കും. സെയിം പോൾസ്, അതായത് നോർത്തും അല്ലെങ്കിൽ സൗത്തും അടുത്ത് കൊണ്ടുവന്നാൽ അവ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുകയും അതുപോലെ തന്നെ പരസ്പരം അകറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരേ പോൾ അല്ലെങ്കിൽ ലൈക്ക് പോൾസ്, സജാതീയ ധ്രുവങ്ങൾ, ഒരേ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വികർഷിക്കുന്നു. അറിയാലോ അല്ലേ കാന്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിജാതീയ ധ്രുവങ്ങൾ, അതായത് അൺലൈക്ക് പോൾസ് തമ്മിൽ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആകർഷിക്കുന്നു, അട്രാക്റ്റ് ചെയ്യും. അൺലൈക്ക് പോൾസ്, ഇപ്പോൾ നോർത്തും സൗത്തും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ സൈഡ് ഞാനൊരു പിക്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിപ്പൽസ്, വികർഷിക്കുന്നത് എങ്ങനെയാണ്? സൗത്തും ഒരേ ധ്രുവങ്ങൾ തമ്മിൽ, ഒരേ പോൾസ് തമ്മിൽ വരുമ്പോഴായിരിക്കും വികർഷിക്കുക. അട്രാക്റ്റ് ചെയ്യുന്നത് നോർത്തും സൗത്തും, വ്യത്യസ്ത ധ്രുവങ്ങൾ തമ്മിൽ വരുമ്പോഴായിരിക്കും അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അറിയാലോ അല്ലേ, കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ അറിയപ്പെടുന്നത്. എന്താണ്? കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കാന്തികതയുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? അടിസ്ഥാന പ്രമാണം? നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ലൈക്ക് പോൾസ് തമ്മിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അതായത് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഇത് മാഗ്നറ്റിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും വടക്ക് തെക്ക് ദിശയിൽ നിൽക്കാൻ കാരണം എന്താണ്? അതായത് നോർത്ത് സൗത്ത് ദിശയിലായിരിക്കും സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തങ്ങൾ നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഭൂമിയുടെ കാന്തികത കാരണമാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും നോർത്ത് സൗത്ത്, അതായത് വടക്ക് തെക്ക് ദിശയിൽ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഭൂമി ഒരു വലിയ മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇത് മാറിപ്പോവരുത്. വടക്ക് തെക്ക്, നോർത്ത് സൗത്ത് കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമി ഒരു വലിയ കാന്തമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഗിൽബർട്ടാണ് എർത്തിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിശദീകരിച്ചത് കേട്ടോ. ഭൂമി ഒരു വലിയ കാന്തമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? വില്യം ഗിൽബർട്ടാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ. അടുത്തത്, ഒരു കാന്തത്തിൻ്റെ കാന്തിക ശക്തി ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? കാന്തത്തിൻ്റെ മധ്യഭാഗത്താണ് കേട്ടോ. കാന്തത്തിൻ്റെ മധ്യഭാഗത്താണ് അല്ലേ, സെൻട്രലിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും കുറവുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എവിടെയായിരിക്കും? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഒരു കാന്തത്തിൻ്റെ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിൽ, പോൾസിലാണ് കേട്ടോ. മാഗ്നറ്റിൻ്റെ പോൾസിലാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് മാക്സിമം ആയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൃത്രിമമായി നിർമ്മിക്കുന്ന കാന്തങ്ങൾ ഏത്? കൃത്രിമ കാന്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കൃത്രിമമായി നിർമ്മിക്കുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കൃത്രിമ കാന്തങ്ങൾ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നാണ്. മനുഷ്യർ നിർമ്മിക്കുന്ന മാഗ്നറ്റിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിദത്ത കാന്തങ്ങൾക്ക് ഉദാഹരണം ഏത്? മാഗ്നറ്റൈറ്റ് ആണ് കേട്ടോ, അതായത് ലോഡ് സ്റ്റോൺ എന്നും അറിയപ്പെടുന്നു. പ്രകൃതിദത്ത കാന്തങ്ങൾക്ക് ഉദാഹരണം മാഗ്നറ്റൈറ്റ് അഥവാ ലോഡ് സ്റ്റോൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റൈറ്റ് എന്ന പ്രകൃതിദത്ത കാന്തം രാസപരമായി അറിയപ്പെടുന്ന പേരാണ് ചോദിക്കുന്നത്. അയൺ ഓക്സൈഡ് എന്നാണ് മാഗ്നറ്റൈറ്റ് എന്ന പ്രകൃതിദത്ത കാന്തം രാസപരമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ്? അയൺ ഓക്സൈഡ്. ഓക്കെ, Fe3O4 ആണ് മാഗ്നറ്റൈറ്റ് എന്ന പ്രകൃതിദത്ത കാന്തത്തിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത്
അയൺ ഓക്സൈഡ് എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദിശ അറിയാൻ നാവികർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ദിശ അറിയാൻ വേണ്ടിയിട്ട് നാവികർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാഗ്നറ്റിക് കോമ്പസ് അഥവാ കാന്തിക സൂചി എന്ന് പറയുന്നത് കേട്ടോ. കോമ്പസിലുള്ള മാഗ്നറ്റിക് നീഡിലില്ലേ, അത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാന്തത്തെ മുറിച്ചു മാറ്റിയാൽ ധ്രുവങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരു കാന്തത്തെ മുറിച്ചു മാറ്റിയാൽ ധ്രുവങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഓരോ കഷ്ണവും സ്വതന്ത്രമായ പുതിയ കാന്തങ്ങളായിട്ട് മാറും. എ മാഗ്നെറ്റ് കനോട്ട് ഹാവ് എ സിംഗിൾ പോൾ. ഓരോ ഭാഗത്തിനും വീണ്ടും നോർത്ത് പോൾ സൗത്ത് പോള് ഉണ്ടാകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാന്തം ആകർഷിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കാന്തിക പദാർത്ഥങ്ങൾ അഥവാ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് കാന്തം ആകർഷിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാന്തിക പദാർത്ഥങ്ങളുടെ ഉദാഹരണം. കാന്തിക പദാർത്ഥങ്ങളുടെ ഉദാഹരണങ്ങളാണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കാന്തിക പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീല്, ഉരുക്ക് കേട്ടോ. അടുത്തത്, കാന്തം ആകർഷിക്കാത്ത പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അകാന്തിക പദാർത്ഥങ്ങൾ അഥവാ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാന്തം ആകർഷിക്കാത്ത പദാർത്ഥങ്ങൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ, കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ ശക്തമായ കാന്തികത കൈവരിക്കുന്ന പദാർത്ഥങ്ങൾ ഏവ? കാന്തിക മണ്ഡലത്തിൽ വെക്കുന്ന സമയത്ത് ശക്തമായ കാന്തികത കൈവരിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങൾ. ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങളാണ് കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റിസേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അയൺ. അയണൊക്കെ എന്താണ്? ശക്തമായിട്ടുള്ള കാന്തികത കൈവരിക്കുന്ന പദാർത്ഥമാണ് അല്ലെങ്കിൽ മെറ്റീരിയലാണ്. ഈ ഫെറോ മാഗ്നറ്റിക് പദാർത്ഥത്തിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് അയൺ തന്നെയാണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ വളരെ ബലഹീനമായ കാന്തികത മാത്രം കാണിക്കുന്ന പദാർത്ഥങ്ങൾ ഏവ? നമ്മൾ നേരത്തെ പഠിച്ചു, കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ ശക്തമായ കാന്തികത കൈവരിക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഉദാഹരണമാണ് അയൺ എന്ന് പറഞ്ഞു അല്ലേ, ഇരുമ്പ്. ഇവിടെ ചോദിക്കുന്നത് കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ വളരെ ബലഹീനമായ വീക്ക്ലി അട്രാക്ഷൻ ഉണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാരാമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് അറിയപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് അലുമിനിയം. ഈ അലുമിനിയം ഒക്കെ കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ്? അട്രാക്റ്റ് ചെയ്യുമോ നല്ലോണം? ഇല്ല അല്ലേ. അപ്പോൾ അത്തരം പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് അഥവാ പാരാമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ നേരിയ തോതിൽ വികർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ ചെറിയ തോതിൽ റിപ്പൽ ചെയ്യുന്നത്, വികർഷിക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ്. ഫോർ എക്സാമ്പിൾ വെള്ളം, ചെമ്പ്, കോപ്പർ, വാട്ടർ കേട്ടോ. നമ്മളിപ്പോൾ 3 മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. 1 ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, 2 പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, 3 ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലേ. അതിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ ശക്തമായിട്ടുള്ള കാന്തികത കൈവരിക്കുന്നവയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ എന്താണ്? അയൺ അല്ലേ, ഇരുമ്പാണ്. ഇരുമ്പ് അടുത്ത് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്നില്ലേ, അതിനെയാണ് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന്. അടുത്തത് നമ്മൾ പറഞ്ഞത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ ബലഹീനമായിട്ടുള്ള കാന്തികതയായിരിക്കും, അത് വീക്കായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിനെ പറയുന്നതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന്. ഫോർ എക്സാമ്പിൾ അലുമിനിയം. അടുത്തത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് കാന്തിക മണ്ഡലത്തിൽ നേരിയ വികർഷണം, അതായത് നേരിയ തോതിൽ റിപ്പൽ ഉണ്ടാവുന്നതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോപ്പർ, വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, താൽക്കാലിക കാന്തങ്ങൾ അതായത് ടെമ്പററി മാഗ്നറ്റ് ഇല്ലേ, അതിന് മറ്റൊരു പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് കേട്ടോ. ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പച്ചിരുമ്പാണ്. സോഫ്റ്റ് അയൺ ആണ് ഇലക്ട്രോ മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരകാന്തങ്ങൾ പെർമനൻ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? അൽനിക്കോ, ഉരുക്ക്.
അൽനിക്കോ സ്റ്റീൽ ഇതൊക്കെയാണ് സ്ഥിരകാന്തങ്ങൾ, അതായത് പെർമനൻ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ അൽനിക്കോ എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? ഏതൊക്കെയാണ്? ആ പേരിൽ തന്നെ ഉണ്ട്, അൽനിക്കോ. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. അൽനിക്കോ എന്ന് പറയുന്നത് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉച്ചഭാഷിണി അതായത് ലൗഡ് സ്പീക്കർ, ഹെഡ്ഫോൺ എന്നിവയിൽ ഉപയോഗിക്കുന്നത് ഏത് തരം കാന്തമാണ്? ഏത് തരം കാന്തമാണ്? സ്ഥിരകാന്തമാണ് കേട്ടോ. പെർമനൻ്റ് മാഗ്നറ്റ് ആണ് ലൗഡ് സ്പീക്കർ, ഹെഡ്ഫോൺസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കാൻ വരയ്ക്കുന്ന രേഖകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത് എന്താണ്? കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കാൻ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കേട്ടോ കാന്തിക ബലരേഖകൾ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാന്തിക ബലരേഖകൾ കാന്തത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത് ഏത് ദിശയിലാണ്? കാന്തിക ബലരേഖകൾ അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാന്തത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത് ഏത് ദിശയിലായിരിക്കും? വടക്കേ ധ്രുവത്തിൽ നിന്ന് തെക്കേ ധ്രുവത്തിലേക്ക്. നോർത്ത് പോൾ ടു സൗത്ത് പോളാണ് കേട്ടോ. നോർത്ത് പോൾ ടു സൗത്ത് പോൾ എന്ന രീതിയിലായിരിക്കും കാന്തിക ബലരേഖ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാന്തത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാർട്ട് 2 നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.